ഹലോ. കുറച്ച് മുമ്പേ നമ്മൾ കേട്ടതാണ് കൊച്ചിയിലൊരു കമ്പനി കുറേ 1,800 പേരെ പെട്ടെന്ന് പിരിച്ചു വിട്ടു എന്നുള്ളത്. ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ. ആക്ച്വലി കമ്പനി പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പിരിച്ചുവിടാൻ പറ്റാതെ നിവൃത്തിയില്ലാതെ വന്നതാകാം. ഓഫ് കോഴ്സ് അവർ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യം. പക്ഷേ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ജോലികൾ പോകുന്നുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടാണ് എന്ന് ചിലർ പറയുന്നു. ആയിരിക്കാം എന്നാണ് തോന്നുന്നത് കേട്ടോ. സപ്പോസ് നമ്മളൊരു ദിവസം രാവിലെ എണീക്കുകയാണ്, എന്നിട്ട് നോക്കുമ്പോൾ മനുഷ്യരെ കൊണ്ട് ഒരാവശ്യമില്ല, ആർക്കും ജോലി ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? ഉണ്ടായിക്കൂടുന്നില്ല. ഓഫ് കോഴ്സ് കുറേ നാളുകൊണ്ട് അത് ഉണ്ടാവും എന്ന് തന്നെയാണ് പലരും വിചാരിക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പുതിയ ടെക്നോളജിയും തന്നെയാണ് കാരണം. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ കുറേ മസിൽ പവറും കുതിരശക്തിയും ഒക്കെ റീപ്ലേസ് ചെയ്തില്ലേ, ഫുൾ മെഷീൻസായി. അഗ്രികൾച്ചർ ചെയ്യാനിപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മതി. 2% ആൾക്കാരെ അമേരിക്കയിൽ അഗ്രികൾച്ചർ ചെയ്യുന്നുള്ളൂ, കൃഷി ചെയ്യുന്നുള്ളൂ. എന്നിട്ട് തന്നെ അവർ ഇഷ്ടംപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലോകം മൊത്തം കയറ്റി അയക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് അഗ്രികൾച്ചർ ചെയ്യാൻ ഇത്ര ആൾക്കാരെ ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ആൾക്കാർ അതിൽ കെട്ടിക്കിടക്കുകയാണ്. പിന്നെ മാനുഫാക്ചറിങ് വന്നു, പിന്നെ ഡോക്ടർമാർ, വക്കീലന്മാർ, വേറെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ, ഇവരുടെ ഒക്കെ പ്രത്യേകിച്ച് ഓഫീസ് വർക്കേഴ്സ്, IT വർക്കേഴ്സ്, ഇവരുടെ ഒക്കെ ജോലി ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറേ കൊണ്ടുപോകും. നമ്മൾ എത്ര പുതിയ ജോലികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ അത് സംഭവിക്കാൻ മതി. അങ്ങനെ വരുമ്പോഴാണ് പോസ്റ്റ് ലേബർ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കൊനിഷ്ട് വരുന്നത്. പോസ്റ്റ് ലേബർ എക്കണോമിക്സ് അല്ലേ, എന്തൊക്കെ കേൾക്കണം. ഇപ്പോൾ ഇതുവരെ എക്കണോമിക്സിൽ പറയുന്നത് എന്താണ്? ലേബറാണ് ഏറ്റവും വലിയൊരു വാല്യൂ ഉള്ള സാധനം, അതിനുവേണ്ടി ആൾക്കാരെ സുഖിപ്പിച്ച് നിർത്തിയേ പറ്റൂ കുറേയൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ മാർക്സിയൻ എക്കണോമിക്സും ഈവൻ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്സ്, സാധാരണ എക്കണോമിസ്റ്റുകളും പറയുന്നത് അനുസരിച്ചും ലേബർ ഭയങ്കര വാല്യൂബിൾ ആയതുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് ഈ സമൂഹത്ത് കുറച്ചെങ്കിലും ബാർഗെയിനിങ് പവർ ഉള്ളത്. അതും കൂടെ പോയാലോ എന്തൊക്കെ സംഭവിക്കാം. ഇതിനെയൊക്കെ പഠിക്കുന്നതിനാണ് പോസ്റ്റ് ലേബർ എക്കണോമിക്സ് എന്ന് പറയുന്നത് പോലും. അതായത് ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും. അപ്പോൾ കുറേ കോർപ്പറേഷൻസും കുറേ ആൾക്കാരും മാത്രം വലിയ കാശുകാരും ബാക്കി എല്ലാവരും തെണ്ടികളായിട്ട് മാറുമോ? ആർക്കറിയാം. അങ്ങനെ വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ യൂണിവേഴ്സൽ ബേസിക് ഇൻകം പോലെ വല്ലതും കൊണ്ടുവരണം. അപ്പം ഗവൺമെൻറ് ഭയങ്കര പവർഫുൾ ആവും. എക്കണോമിക്കലി ഒരു വാല്യൂ ഇല്ലാത്ത മനുഷ്യന്മാർ ഗവൺമെൻറ്റിൻ്റെ വേലക്കാരായിട്ട് കിടക്കും. മാത്രമല്ല നമ്മുടെ അർത്ഥം, ജീവിതത്തിൻ്റെ മീനിങ് ഒക്കെ ജോലിയിൽ നിന്ന് വരുന്നു. അപ്പം എന്തു ചെയ്യും? ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ ചിന്തിച്ച് തുടങ്ങിയില്ലെങ്കിൽ നല്ല പണി കിട്ടും.